എല്ലാവർക്കും സ്വാഗതം. റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അച്ഛനോട് കാര്യങ്ങളെല്ലാം അലീന പറഞ്ഞു കഴിയുമ്പോൾ അലീനയോട് ഒരു റെസ്പെക്റ്റും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ അച്ഛന്. അപ്പോൾ അത് അച്ഛനാണെങ്കിൽ അലീനയോട് തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. അറിയിക്കാമോട്ട് വീണ്ടും വൈജയന്തി ഡ്രസ്സ് മടക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം മടക്കി വെച്ച് കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ചുമരിൽ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു, ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും രണ്ടുപേരും കൂടെ നിൽക്കുന്നൊരു ഫോട്ടോ ഉണ്ട് കേട്ടോ. ആ ഫോട്ടോയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്, അത് എടുക്കണോ വേണ്ടയോ എന്നുള്ള രീതിയിൽ. പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് അത് എടുക്കുന്നില്ല കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രോഹിത്തും അലീനയും കൂടെ ഒരു ബേക്കറിയുടെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ. കോളേജിൽ നിന്ന് അച്ഛനെ കണ്ടു വരുന്ന വഴിയാണ്. അപ്പോൾ ഇനി എവിടേക്കെങ്കിലും പോകാനുണ്ട് ചേച്ചി, നമ്മൾ എവിടെയെങ്കിലും കയറിയിട്ടേ പോവുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബേക്കറിയുടെ മുന്നിൽ നിൽക്കുന്ന കാണുമ്പോഴാണ് കേട്ടോ രോഹിത്ത് അങ്ങനെ ചോദിക്കുന്നത് അലീനയോട്. അപ്പോൾ നമുക്കൊരു കേക്ക് വാങ്ങിക്കണം, ഇന്ന് നമ്മൾ ഇങ്ങനെ ജയിച്ച ദിവസമല്ലേ എന്ന് പറയും. പിന്നെ ഡിസ്മിസിൽ ഒഴിവാക്കി അത് എന്നെ ഇങ്ങനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മളത് ആഘോഷിക്കാൻ പോവുകയാണോ എന്ന് രോഹിത്ത് ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുമ്പോൾ അതല്ലടാ, നമ്മളൊരു തെറ്റായ തീരുമാനത്തെ തിരുത്തിയില്ലേ, അതിൻ്റെ ഒരു സന്തോഷത്തിനാണെന്ന് പറയും. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ബേക്കറിയിൽ കയറി ജ്യൂസോ എന്തൊക്കെ ചെറിയ സ്നാക്സൊക്കെ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേക്കും വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ സെലക്ട് ചെയ്തൊരു കേക്കും വാങ്ങിക്കുന്നുണ്ട്. പിന്നീട് വൈജയന്തിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആ ഡ്രൈവർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. വന്ന് കോളിംഗ് ബെല്ല് അടിക്കുമ്പോൾ വൈജയന്തി തന്നെയാണ് കേട്ടോ ഡോറ് തുറക്കുന്നത്. അകത്തേക്ക് കയറി വരാൻ പറയും. എന്നിട്ട് എൻ്റെ ബാഗ് ഒന്ന് എടുക്കാൻ സഹായിക്കണം കേട്ടോ, എനിക്ക് ഇങ്ങനെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഭാരം എടുക്കാൻ പറ്റില്ല, ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് റൂമിൽ പോയിട്ട് ബാഗ് എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് വൈജയന്തി അങ്ങ് പോകുമ്പോഴേക്കും ബബിത അവിടേക്ക് വന്നിട്ട് ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാ, എന്തിനാ അകത്തേക്ക് കയറിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അയാൾ ഡ്രൈവറാണ്, എന്നെ അകത്തേക്ക് വിളിച്ചിട്ടാണ് ഞാൻ വന്നതെന്നും പറയുന്നുണ്ട്. അപ്പോഴേക്കും വൈജയന്തി ബാഗൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വീണ്ടും അതെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് വൈജയന്തി റൂമിലേക്ക്. രണ്ടാമത്തെ ബാഗും എടുത്തുകൊണ്ട് വന്ന് ഡ്രൈവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ട്, അമ്മ അത് എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയന്തി പറയുന്നത്, എൻ്റെ ആവശ്യം ഇവിടെ ഇല്ലയെന്ന് എനിക്ക് മനസ്സിലായി, ഞാനില്ലെങ്കിലും ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ സാധാരണത്തെ പോലെ ഉണ്ണയും ഉറങ്ങുകയും കോളേജിൽ പോവുകയും എല്ലാം ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ എൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്നാട്ടോ പറയുന്നത്. അപ്പോൾ അമ്മ അവിടെ നിന്ന് ഇറങ്ങി പോകരുതെന്നൊക്കെ ബബിത കുറേ പറഞ്ഞു നോക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ എല്ലാം പ്രശ്നങ്ങളെല്ലാം ഒന്ന് തണുത്ത് ഒരു സമാധാനത്തിൽ വരികയായിരുന്നു, ഈ സമയത്ത് അമ്മ ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത് എന്നൊക്കെ പറയുമ്പോൾ പിന്നീട് പറയുന്നത്, വൈജയന്തി പറഞ്ഞല്ലോ അവിടെ വൈജയന്തിയുടെ ആവശ്യമില്ല, എല്ലാ കാര്യങ്ങളും പതിവ് പോലെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ ബബിത ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്തുകൊണ്ടാണ് നടന്നത്, അലീന ചേച്ചി എല്ലാവരെയും ചേർത്ത് പിടിച്ചതുകൊണ്ടല്ലേ, അമ്മ ഇവിടെ 2 മാസം ഇല്ലായിരുന്നല്ലോ, അപ്പോഴും ഈ കുടുംബം ഇങ്ങനെ കൊണ്ടുപോയത് ചേർത്ത് പിടിച്ചതൊക്കെ അലീന ചേച്ചിയല്ലേ, നീ അവളെ ഇങ്ങനെ എല്ലാവരെയും ചേർത്ത് പിടിച്ച കാര്യമൊക്കെ പറഞ്ഞല്ലോ, ആര് കാരണമാണ് ഇവിടെ പ്രശ്നം ഉണ്ടായത്, അവൾ ഒറ്റയൊരുത്തി ഇവിടെ വന്ന് കയറിയ ശേഷമല്ലേ ഇവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായത്, അപ്പോൾ നീ അതൊക്കെ മറന്നോ, എന്തായാലും അവൾ നിങ്ങളെല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ഇനിയും അവൾ ചേർത്ത് പിടിച്ചോളും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അമ്മ എവിടേക്കാണ് പോകുന്നത് ചോദിക്കുമ്പോൾ കൊല്ലപ്പള്ളിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ ആങ്ങളമാർക്ക് ഒരു അവസരം കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ, അല്ലാതെ എനിക്ക് നേരെ വാടക വീട്ടിലേക്ക് പോകാൻ അറിയാത്തതുകൊണ്ടല്ല എന്നൊക്കെയാണ് കേട്ടോ വൈജയന്തി ബബിതയോട് പറയുന്നത്. ബബിത ആവുന്ന വിധം പറഞ്ഞു നോക്കുന്നുണ്ട്, പോവല്ലേ എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇല്ലാത്ത സമയത്ത് അമ്മ ഇറങ്ങി പോകരുതെന്ന് പറയുമ്പോൾ അമ്മ ഇപ്പോൾ ഇവിടുന്ന് പോകരുത്, ഇപ്പോൾ അമ്മ വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും വൈജയന്തി പറയുന്നത്, ബബിതയെ നീ മുന്നിൽ നിന്ന് മാറി നിൽക്ക്, വെറുതെ ഒരു സീൻ ഉണ്ടാക്കരുത്, വൈജയന്തി അന്നും ഇന്നും ഒരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, വേലക്കാരിയായിട്ട് ഇങ്ങനെ കയറി വന്നവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നുള്ളത്, അപ്പോൾ അത് നടക്കാതെ ഇനി ഞാൻ ഇങ്ങോട്ടേക്കില്ല എന്നൊക്കെയാണ് വൈജയന്തി പറയുന്നത് കേട്ടോ. ബബിത കുറേ പറഞ്ഞു നോക്കുന്നുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. വൈജയന്തി കാറിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴും ബബിത ചെന്ന് തടയുന്നുണ്ട്, പക്ഷേ വൈജയന്തി സമ്മതിക്കുന്നില്ല. നീ വെറുതെ സീൻ ഉണ്ടാക്കരുത്, മാറി നിൽക്കടി എന്ന് പറഞ്ഞിട്ട് ബബിതേനെ പിടിച്ചങ്ങ് തള്ളുകയാണ് കേട്ടോ ചെയ്യുന്നത്. ബബിത വീഴാനും പോകുന്നുണ്ട്. അങ്ങനെ വൈജയന്തി കാറിലേക്ക് കയറും. ആ കാറിൽ കയറി ഇരിക്കുന്ന സമയത്തും ബബിത കൈകൊണ്ട് പോവല്ലേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വൈജയന്തി അതൊന്നും കേൾക്കാതെ ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയുകയാണ് കേട്ടോ, പോവാന്ന് പറയുകയാണ്. അങ്ങനെ വൈജയന്തി പോകുന്നു നോക്കിക്കൊണ്ട് ഭയങ്കര സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ ബബിതയാണെങ്കിലും. അങ്ങനെ പിന്നെ വൈജയന്തി കൊല്ലപ്പള്ളിയിലെത്തും. അപ്പോൾ ബബിതയല്ല, മനു ആണെങ്കിൽ എങ്ങോട്ടോ പോകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വൈജയന്തി വരുന്ന കാണുമ്പോൾ തന്നെ മനു അവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നേ. വൈജയന്തി കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, മനു എന്താ എൻ്റെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ എവിടേക്കെങ്കിലും പോകാൻ നിൽക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഫ്രണ്ടിനെ കാണാൻ ഇറങ്ങിയതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഡ്രൈവർ വന്നിട്ട് ഡിക്കിയിൽ നിന്ന് ബാഗെല്ലാം എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മനു ആണെങ്കിൽ ആ ബാഗെല്ലാം എടുത്ത് വെക്കാനും സഹായിക്കുന്നുണ്ട് കേട്ടോ വൈജയന്തിനെ. ബാഗൊക്കെ വാങ്ങിയിട്ട് സിറ്റ് ഔട്ടിലേക്ക് അവിടേക്ക് അങ്ങ് വെക്കുന്നുണ്ടായിരുന്നേ. എന്നിട്ട് മനു പോകാൻ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് വൈജയന്തിനോട്, ആൻറ്റി ഇവിടെ തന്നെ കാണൂല്ലോ അല്ലേ, എങ്ങോട്ടും പോവില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഇവിടെ തന്നെ കാണും, നീ പോയിട്ട് വാ
പോവാന്ന് പറയേ. അങ്ങനെ മനു പോകാനായിട്ട് തുടങ്ങുമ്പോൾ കമലേട്ടത്തി ശിവേട്ടനും ഇവിടെ ഇല്ലയെന്ന് ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും അകത്തുണ്ട്, ആൻറ്റി അങ്ങോട്ടേക്ക് കയറിക്കോന്ന് പറഞ്ഞിട്ടാട്ടോ മനു പോകുന്നത്. ശരിയെന്ന് പറഞ്ഞിട്ട് മനു കാറിലേക്ക് കയറാനായിട്ട് പോവും. അങ്ങനെ മനു പോകുന്നു നോക്കി വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് കമലയാണെങ്കിൽ ഫ്രണ്ടിലേക്ക് വരുന്നത്. അപ്പോഴാണ് കേട്ടോ ഇവൻ ഇപ്പോഴാണോ പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് കമല അങ്ങോട്ടേക്ക് വരുമ്പോൾ വൈജയന്തിനെ കാണുന്നത്. അപ്പോൾ വൈജയന്തി അവിടെ നിൽക്കുമ്പോൾ ചോദിക്കുന്നുണ്ട്, നീ എപ്പോൾ വന്നൂന്ന്. ഞാനിപ്പോൾ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ എന്ന് പറയും. എന്നിട്ട് വീണ്ടും അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ ബാഗെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ടായിരുന്നു, നീ വീട്ടിൽ നിന്ന് വീണ്ടും ഇറങ്ങി പോന്നോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇറങ്ങി പോന്നു, അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്നാണ് വൈജയന്തി പറയുന്നത്. എന്തായാലും നീ കയറി വാന്ന് പറഞ്ഞിട്ട് വൈജയന്തിയുടെ ബാഗൊക്കെ കമല തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. അകത്തിരുന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് കമലയാണെങ്കിൽ ചായയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. വൈജയന്തി ആണെങ്കിലും കമലയോട് പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അവിടെ പട്ടിയെ പോലെ ഇങ്ങനെ കടിച്ച് തൂങ്ങി കിടക്കേണ്ട കാര്യങ്ങളും എല്ലാം നീ നിനക്ക് വേണ്ടിയിട്ടല്ലേ എപ്പോഴും അങ്ങനെ ഓരോന്ന് ചെയ്യാറുള്ളത് എന്നൊക്കെ പറഞ്ഞ് വൈജയനെയും കുറ്റപ്പെടുത്തുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നീ ഇപ്പം എന്തിനാ ആരോട് ഇങ്ങനെ വാശി കാണിക്കാനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത്? എന്നോട് വാശി കാണിക്കാനാണോ അതോ നിൻ്റെ ഭർത്താവിനോടോ അതോ നിൻ്റെ മക്കളോടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. വൈജയന്തി പറയുന്നത് അലീനേനെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ എന്തായാലും വൈജയന്തി ഇനി ആ വീട്ടിലേക്ക് തയ്ച്ച് ഭ്രാന്താണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കമല പറയുന്ന സമയത്ത് എന്നോട് ഭ്രാന്താണെന്നാണല്ലോ ഇപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നത്. ഇപ്പം എനിക്ക് മനസ്സിലായി ആർക്കാണ് ഭ്രാന്ത് എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. നിനക്ക് ഇങ്ങനെ എന്തായാലും കൊള്ളാം, ഇങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ തീരുമാനിച്ചിട്ടില്ല. എൻ്റെ വാടക വീട് റെഡി ആകുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയുമ്പോൾ ശിവൻ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഇവിടെ നിൽക്കാം, നീ ഇവിടെ നിൽക്കുന്നതുകൊണ്ടല്ല, ഇത് നിൻ്റെയും കൂടെ വീടാണ് എന്നൊക്കെയാണ് ശിവൻ പറയുന്നത്. അതറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായാലും ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ വാടക വീട് റെഡി ആകുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോകും എന്ന് പറയുന്നുണ്ടായിരുന്നേ. എന്തായാലും വൈജയനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി, നീ എന്താന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ശിവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോൾ അത് ശിവൻ പോയി കഴിയുമ്പോൾ വീണ്ടും കമലേനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കമലയെടുത്തി ഇങ്ങനെ മനുവിനെ കൊണ്ട് അലീനനെ ഇങ്ങനെ കെട്ടിക്കാൻ നിൽക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേന്ന് പറയുന്നുണ്ട് കേട്ടോ. കമലയെടുത്തി ഒരിക്കലും അതിങ്ങനെ അനുവദിച്ചു കൊടുക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ വൈജ. അപ്പോൾ കമല പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അത് അനുവദിച്ചു കൊടുക്കാനൊന്നും പോകുന്നില്ല, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യും. പക്ഷേ കാര്യം വരുമ്പോൾ ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടാണ്, ഞാൻ ഒറ്റയാണ്, ഞാൻ എന്തായാലും അത് അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്ന് കമല വൈജയനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജയൻ പറയുന്നുണ്ട് അത് അനുവദിച്ചു കൊടുക്കരുതെന്ന്. പിന്നീട് കമല അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ വൈജയനോട്, നീ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നുണ്ട്. അപ്പോൾ വൈജയാണെങ്കിലും ഇതന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്. പിന്നീട് പ്രമോയാണ് കാണിക്കുന്നത്. വൈജയന്തി നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കായിട്ട് ചെല്ലുന്നത്. അപ്പോൾ മുത്തശ്ശിയും വൈജയനെ കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. നീ ചെയ്യുന്നത് മുഴുവൻ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ വൈജയന്തിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല.